പൗലോസ് പറയുകയാണ്, മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ പുറത്തു കൊള്ളുന്നത് ആശ്ചര്യം. പലരും പല ഉപദേശങ്ങൾ പറയും, എല്ലാം കേട്ടുകൊണ്ടിരിക്കരുത്. TV തുറന്നു വെച്ചാൽ ഒരുത്തൻ അങ്ങനെ പ്രസംഗിക്കും, വേറൊരുത്തൻ ഇങ്ങനെ പ്രസംഗിക്കും. ഒരു കാര്യം ഇങ്ങനെ, അതേ കാര്യത്തെ നേരെ തിരിച്ച് പ്രസംഗിക്കും. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ല ചപ്പ് ചവറും കേട്ട് എടുത്തുകൊണ്ട് നടക്കരുത്. കിട്ടിയത്, വാല്യൂബിൾ ആയിട്ട് കിട്ടിയത്, അത് മാത്രം എടുത്തേക്കണം. ഒരാടിനെ 10 ഇടയൻ നടത്തിയാൽ എന്തായിരിക്കും ആടിന്റെ അവസ്ഥ? ആട് ചത്തുപോകും. യൂട്യൂബിൽ കിട്ടുന്നതെല്ലാം എടുത്ത് കഴിക്കണ്ട, TV ചാനലുകളിൽ കിട്ടുന്നതെല്ലാം എടുത്ത് കഴിക്കണ്ട. ദൈവ പൈതലേ, നിനക്ക് ആവശ്യമുള്ളത് എവിടെ നിന്ന് കിട്ടണമെന്ന് നീ തീരുമാനിക്കണം. ആടിന്റെ ഇടയൻ ആരാണെന്നും ആടിന്റെ തൊഴുത്ത് ഏതാണെന്നും ആടിനെ ദൈവം എവിടെ എങ്ങനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ആടറിയണം. ആടിന് അത് അറിയില്ല എങ്കിൽ ആട് കുറച്ച് സമയം ഈ തൊഴുത്തിൽ നിൽക്കും, കുറച്ച് സമയം അപ്പുറത്ത് തൊഴുത്തിൽ പോവും, കുറച്ച് സമയം അപ്പുറത്ത് തൊഴുത്തിൽ പോവും, കുറച്ച് കഴിയുമ്പോൾ വേറെ ഇടേൻ്റെ അടുത്ത് പോവും. ഇങ്ങനെ ചാടി ഓടി നടക്കുന്ന ആട് നന്നാവില്ല. ചാടി ഓടി നടക്കുന്ന ആടിനെ സാത്താൻ ആക്രമിക്കും, സാത്താൻ ജയിക്കും, ആട് രക്ഷപ്പെടില്ല.